ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹസ്ലിംഗ് ഹണീസ്. സോ ഞാൻ കഴിഞ്ഞ വീക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് സീരീസ് എപ്പിസോഡ് 2 എടുക്കാനാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം പാരീസ്, യൂറോപ്പിലുള്ള പാരീസിലുള്ള ഒണ്ടേരിയോയിലുള്ള പാരീസ്. സോ പാരീസ് പൊതുവെ അറിയപ്പെടുന്ന കോബിൾ സ്റ്റോൺ ക്യാപിറ്റൽ ഓഫ് കാനഡ ആണ്. കാരണം അവിടുത്തെ ബിൽഡിങ്സ് മെയിൻലി കോബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയൊക്കെ അറിവേ എനിക്കുള്ളൂ. ബട്ട് ബാക്കി നമുക്കിനി അവിടെ ചെന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത്. ബാക്കി നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഹായ് ഗൈസ്, സോ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഡെസ്റ്റിനേഷൻ. സോ ദിസ് ഡെസ്റ്റിനേഷൻ ഇസ് പാരീസ്, ഒണ്ടേരിയോ. സോ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്ന ഒരു ലാ പെറ്റീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതൊരു വിൻറ്റേജ് 3 ഷോപ്സ് ചേർന്ന ഒരു ഷോപ്പാണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ കടയുടെ അകത്തോട്ട് കയറാൻ പോവാണ്. സോ ബേസിക്കലി ഇതൊരു വിൻറ്റേജ് സ്റ്റോറാണ്. ലൈക്ക് ലിറ്ററലി നമ്മൾ പഴയ കാലത്തെ ഇംഗ്ലീഷ് വിൻറ്റേജ് സ്റ്റോർസിലോട്ട് വരുന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുക. കുറേ സാധനങ്ങളുണ്ട്, കുറേ മിനിയേച്ചർ സാധനങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. സോ ഗൈസ്, ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഒരു സൊവീനിയർ വാങ്ങിച്ചു. അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് റിവീൽ ചെയ്യാം, സൊവീനിയർ എന്താണെന്നുള്ളത്. അപ്പം അതൊരു ജസ്റ്റ് ഒരു റിമൈൻഡർ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞോട്ട് തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സാധനം. ഈ ഷോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ വിൻറ്റേജ് സംഭവങ്ങളുണ്ട്, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ലാ പെറ്റീറ്റ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Conscience under ഓക്കെ ഗൈസ്, സോ ഇതാണ് പാരീസ് ടൗണിലെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതിൻ്റെ പേരാണ് പാരീസ് വിൻസിംഗ് മിൽസ്. ഇതെന്ന് പറയുന്ന ഒരു ഫാർമേഴ്സ് മാർക്കറ്റാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് 9 to 5 PM വരെ ഉള്ളൂ. നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ, അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള സംഭവമൊന്നും കാണാൻ പറ്റില്ല. ഇത് പൊതുവെയുള്ള എല്ലാ ഫാർമേഴ്സ് മാർക്കറ്റും പോലെ തന്നെയാണ് എന്നാണ് കാണുന്നത്. പക്ഷേ കുറച്ചും കൂടെ എനിക്കൊന്ന് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഫാർമേഴ്സ് ഡയറക്റ്റ് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് കയറണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു, ബട്ട് കയറാൻ പറ്റില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ ഒരു ഇൻറ്റീരിയർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ബട്ട് സ്റ്റിൽ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു പാരീസ് ബിയർ കമ്പനി ഒക്കെ ഉണ്ട്. അവിടെ എനിക്കൊന്ന് ബ്രൂ ചെയ്ത ബിയേഴ്സ് ആണ് കേട്ടോ. അത് റിയലി ഗുഡാണ്. അതും ക്ലോസ്ഡ് ആയിപ്പോയി. സോ അൺഫോർച്ചുനേറ്റ്ലി പോയ സ്ഥലങ്ങളെല്ലാം ക്ലോസ്ഡ് ആയിപ്പോയി ഇപ്പോഴത്തേത്. ഇറ്റ്സ് ഓക്കെ. സോ ഗൈസ്, ഇത് പാരീസിൻ്റെ ഒരു ടൗണിലുള്ള
ഒരു മെയിൻ സ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. World War II നടന്നപ്പോഴുള്ള ആൾക്കാരുടെ ഒരു മെമ്മറിക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. ഇതൊരു ക്ലോക്ക് ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ അവർ ലെസ്റ്റ് വി ഫോർഗെറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അവരെ റെപ്രസെന്റ് ചെയ്യാനും അവരെ ഒന്ന് ഓർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ ക്ലോക്ക് പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പോരാതെ തന്നെ ഇവിടെ ഒരു ടൂമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടൂമ്പിൽ World War II ആരൊക്കെയാണോ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് പോയത്, ലൈക്ക് മെയിൻലി കാനഡയെ റെപ്രസെന്റ് ചെയ്ത് പോയത്, അവരുടെ പേരുകളും അതിൽ നമ്മളിൽ വിട്ടുപോയ ആൾക്കാരുടെ നെയിംസ് ഒക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരുടെ സുപ്രീം സാക്രിഫൈസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂമ്പ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രോസും ഉണ്ട്, പിന്നെ അവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കും കാര്യമായിട്ട് അറിയില്ല ഇതിനെക്കുറിച്ച്, ബട്ട് ഞാൻ കുറച്ച് വായിച്ചതിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ഇത് അതിനുവേണ്ടി റെപ്രസെന്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് മെമ്മോറിയൽ ടൂംബ് പോലൊരു സാധനമാണ്. സോ ഇത് പാരീസിൻ്റെ ഒരു മെയിൻ ടൗണിൻ്റെ ഒരു നടുക്ക് തന്നെയാണ് ഈ ഒരു സാധനം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് പാരീസ് ടൗൺ ബെൽ. സോ ഇതെന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ബെല്ലാണ്. ഇതിപ്പം ആരും റിങ് ചെയ്യാറില്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ 1874 ഇതിലിവിടെ എല്ലാ സ്റ്റോറീസും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാര്യമായിട്ട് പറയണില്ല. സോ മെയിൻലി ഇത് ലാസ്റ്റായിട്ട് റിങ് ചെയ്ത് 2002 ഇത് അവരെന്തോ ആൾക്കാരെ സമൺ ചെയ്യുമ്പോൾ ഇത് റിങ് ചെയ്യാനാണ് ഈ ബെൽ യൂസ് ചെയ്തിരുന്നത്. സോ ഇത് ഒരു വൺ ഓഫ് ദി പാരീസ് സിറ്റിയുടെ തന്നെ ഒരു ഈ ടൗണിൻ്റെ തന്നെ ഒരു ഐക്കോണിക് ബെൽ പോലെയാണ് അവരിതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് ഓൾ അബൌട്ട് പാരീസ് ടൗൺ ബെൽ. ഓക്കെ, സോ ഇത് അടുത്ത ഒരു ഐക്കോണിക് ചർച്ച് ആണ് ഇവിടുത്തെ. ഞാൻ നേരത്തെ വീഡിയോയുടെ ആദ്യം പറഞ്ഞു വിട്ടാണ് ഇതിനെ കോബിൾ സ്റ്റോൺ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ ചർച്ച് കണ്ടാൽ നിങ്ങൾക്കറിയാം, ദിസ് ഇസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ദിസ് ഇസ് മെയ്ഡ് ഓഫ് കോബിൾ സ്റ്റോൺ. സോ ആക്ച്വലി ഇങ്ങനെയാണ് ഇവിടുത്തെ മിക്ക പള്ളികളും, ഞാനിവിടെ കണ്ടതിൽ വെച്ചിട്ടുള്ള മിക്ക പള്ളികളും കോബിൾ സ്റ്റോൺ വെച്ച് തന്നെയാണ്. ഇപ്പോൾ ഈ പള്ളി ഐ ഗെസ് അവേഴ്സ് ഇല്ല, അതോ ഇത് അടച്ചേക്കാണോ എന്ന് എനിക്കറിയില്ല. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1885 നമുക്കൊക്കെ വിചാരിക്കുന്നതിലും ഒത്തിരി പഴയ പള്ളിയാണ്. സോ അതിൻ്റെ തന്നെ സ്ട്രക്ചർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ദിസ് ഇസ് കോൾഡ് ദ പാരീസ് ബാപ്റ്റിസ്റ്റ് ചർച്ച്. സോ ഇത് ഞങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കോബിൾ സ്റ്റോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് കാണുന്നതാണ്. സോ ദിസ് ഇസ് ദ ചർച്ച്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചർച്ച് ബേസിക്കലി. ഇത് വേറൊരു പബ്ലിക് ലൈബ്രറിയാണ്. ഇതും കോബിൾ സ്റ്റോൺ കൊണ്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. സോ ഇവിടെ എനിക്കൊന്ന് മിക്ക ഇങ്ങനത്തെ മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ സ്റ്റോൺ കൊണ്ട് തന്നെയാണ്. സോ ഇത് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഓപ്പൺ, ഞങ്ങൾ എന്തായാലും അതോട്ട് കയറുന്നില്ല. സോ ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പബ്ലിക് ലൈബ്രറി. So it's written as meet me at the Brand Library. I guess ഇത് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. സോ this is the another structure which we can find in Paris town. Okay guys, so ഇപ്പം നമ്മൾ അടുത്തേക്കുന്ന ഡെസ്റ്റിനേഷൻ ആണ് പെൻമാൻസ് ഡാം. സോ ഇത് ബേസിക്കലി ഒരു ഡാം ആണ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലത്തെ തന്നെ ഒരു ഡാമിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. വാട്ടർ ഇതിലേ കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു റിക്രിയേഷണൽ ട്രെയിലും ഉണ്ട്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, സോ നമ്മുടെ കാനഡയിൽ സാൽമൺ സീസൺ എന്ന് പറഞ്ഞ ഒരു ഫിഷിംഗ് സീസൺ വരുന്നുണ്ട്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ്. അപ്പോൾ ആ ടൈമിൽ കുഞ്ഞു റിവർ ഡാംസിലൊക്കെയാണ് ഈ സാൽമൺ റൺ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും, അത് വളരെ കുഞ്ഞൊരു ഹൈറ്റ് ആണ്. ആ ഹൈറ്റിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാൽമൺ ചാടും. ഞാൻ അത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ എന്നാണോ സാൽമൺ റൺ അത് എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് വളരെ കാണുന്നൊരു സ്ട്രഗിൾ റൺ തന്നെയാണ്. ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റബിൾ. സത്യം പറയാമല്ലോ, ആ ഒരു ഇത് വളരെ നൈസ് ഒരു വ്യൂ ആണത്. സോ ഇവിടെ കാണേണ്ട ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ലൊരു സ്പോട്ടാണ് ആക്ച്വലി ഈ ഒരു പെൻമാൻസ് ഡാം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ പാരീസ് സിറ്റി ആൻഡ് ഇറ്റ്സ് ഡാം. ഓക്കെ ഗൈസ്, സോ ഇതാണ്
അടുത്തൊരു കുഞ്ഞു ഡെസ്റ്റിനേഷൻ. ദിസ് ഇസ് ദ പാരീസ് ലയൺസ് പാർക്ക്. ഇതിൽ എന്ന് വെച്ചാൽ ഇവിടെ ലയൺ ഉണ്ടെന്ന് നല്ലതിൻ്റെ അർത്ഥം. സോ ഇറ്റ്സ് ജസ്റ്റ് കോൾഡ് ആസ് എ ലയൺസ് പാർക്ക്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്രിയേഷൻ സെൻറ്റർ പോലെ, സെൻറ്ററല്ല റിക്രിയേഷൻ പ്ലേസ് പോലെ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ പാർക്കും കുറേ സ്ലൈഡ്സും കുറേ സ്പ്ലാഷ് പാർക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ട്രെയിനും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് ഒക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ നടക്കാൻ പറ്റി. അവിടോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നമുക്ക് ട്രെയിലും കാര്യങ്ങളൊക്കെ കാണാം, നല്ല വുഡ്സിൻ്റെ ഇടയ്ക്കുന്നുള്ളത്. സോ ഇതൊരു കുഞ്ഞു സ്ഥലമാണ്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഈവനിങ് വന്ന് നമുക്ക് ഇവിടെ ബാർബിക്യൂ പാർട്ടി ഒക്കെ നടത്തും. ഞാൻ അവിടെ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നമുക്ക് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്പോട്ടാണ് ഇത്. ആക്ച്വലി ഇതിൽ അത്ര കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊരു കുഞ്ഞ് ട്രെയിൽ കം റിക്രിയേഷൻ പാർക്ക്, കിഡ്സ് പാർക്ക്, അങ്ങനത്തെ ഒരു കുട്ടിയൊരു സ്ഥലമാണിത്. സോ ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ നിന്നൊരു സംഭവം വാങ്ങിച്ചു. എന്തായിരുന്നു ആ സംഭവം? ഇറ്റ്സ് എ സൊവിനിയർ. സോ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ആ സൊവിനിയർ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് വേണമെന്ന് എനിക്ക് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് ഇത്. വന്നിട്ട് പാരീസ് ഒണ്ടേരിയോ അത് കാണിക്കുന്ന ഒരു ബാഡ്ജാണിത്. ഇത് ഫോർ മീ ആക്ച്വലി ബേസിക്കലി. ആൻഡ് ഇത് ഞാൻ കുറേ തപ്പി നടന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു കോമ്പസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കോമ്പസ് കിട്ടി. നമ്മൾ ഈ വിൻറ്റേജ് കോമ്പസ് ഇത് എവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് ലാപ്പറ്റീറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊരു വിൻറ്റേജ് സ്റ്റോറാണിത്. ഞാൻ അവിടെ നിന്നാണ് ഈ ഒരു കോമ്പസ് വാങ്ങിച്ചത്. ഇറ്റ്സ് റിയലി ലവ്ലി. നിങ്ങൾക്ക് ഇതൊരു ക്ലോസ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊരു ഭയങ്കര ഒരു അടിപൊളി ഒരു കുഞ്ഞു കോമ്പസ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഫോർ മീ പേഴ്സണലി ഫോർ മീ. സോ അതിനാണ് ഈ ഒരു കോമ്പസ് വാങ്ങിച്ചത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു. ഓക്കെ, സോ ഇപ്പം നമ്മൾ കണ്ടതാണ് പാരീസിന്റെ ടൗണിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് ഐസ്ക്രീം പാർലറാണ്. അതിന്റെ പേരാണ് വാട്ട്സ് ദ സ്കൂപ്പ്. സോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന 2 ഫ്ലേവറുള്ള ഒരു സ്കൂപ്പാണ്. റെഗുലർ കോണിൽ പിസ്താഷ്യോ ആൽമണ്ട് ആൻഡ് വാനില. ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെ ഇപ്പം ഭയങ്കര സമ്മറാണ്. ഇപ്പം സമ്മറിൽ ഭയങ്കര ഹീറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം എപ്പോഴും അത്യാവശ്യമാണ്. ഷുഗറൊന്നും നോക്കണ്ട, ഐസ്ക്രീം കഴിക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. അവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്, ഗ്രാൻഡ് റിവർ കാണത്തക്ക രീതിയിൽ. സോ നമുക്കിനി അങ്ങോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ദിസ് ഇസ് കോൾഡ് ദി കോബിൾ സ്റ്റോൺ കോമൺ. അതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കിങ്ങനെ ലുക്ക് ഔട്ട് പോലുള്ള പ്ലേസസ് കാണുമല്ലോ, ലേക്ക് ഡാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ അതിനോട്ടുള്ളൊരു സ്പോട്ടാണിത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പാരീസ് ബേസിക്കലി. നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യൂ കാണാൻ മനസ്സിലാവും. ഇവിടെ താഴെ നമ്മൾ പാറ്റിയോ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പാരീസ് വ്ലോഗ്. സോ ഇതൊരു വളരെ ഒരു ചെറിയൊരു ടൗൺ ആണ്. ഈ ടൗണിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു സ്പോട്ട്. ഇത് ബേസിക്കലി ഒരു ലൊക്കേഷനിൽ തന്നെ പല പല കുഞ്ഞു ലൊക്കേഷൻസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള പോലെ ഇരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു കുഞ്ഞു ടൗൺ ആയിരുന്നു ഇന്ന് പാരീസ് എന്ന് പറയുന്ന ഒരു വ്ലോഗ്. സോ ഇതാണ് നമ്മുടെ എപ്പിസോഡ് നമ്പർ 2 ഡെസ്റ്റിനേഷൻ. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ലോഗ്. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.